അപ്പം നമ്മുടെ വാക്കിംഗ് ചലഞ്ചിൻ്റെ 28ാമത്തെ ദിവസമായി ഇന്ന് ഞാൻ ചിറ്റയുടെ അടുത്ത് നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഇനി നേരെ കോതമംഗലത്തേക്കാട്ടോ. അപ്പം നമ്മൾ കാസർഗോഡും തുടങ്ങിയ യാത്ര നടന്ന് കേരളത്തിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന് മുകളിലൂടെയാണ് ഇപ്പോൾ പോകാൻ പോണേ. ഞാനിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ കാലടി പാലത്തിൻ്റെ മേളിക്കൂടെയാണ്. അപ്പോൾ ദേ ഈ താഴേക്കൂടെ ഒഴുകുന്നതാണ് പെരിയാറ്. ഇടുക്കി ജില്ലയിൽ നിന്നാണ് മെയിനായിട്ട് ഇത് ഒഴുകി വരുന്നത്. ഒരിക്കലും വറ്റാത്ത നദിയാണെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 244 കിലോമീറ്റർ നീളത്തിലാണ് ഈ നദി ഒഴുകുന്നതെന്നാണ് പറയണത്. ഈ ഒരു പാലം കൂടാതെ അങ്ങ് ദൂരെ അപ്പുറത്തൊരു പാലമുണ്ട്. പിന്നെ അപ്പുറത്തൊരു റോഡിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, പണിയൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു നദിയുടെ വിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ദേ ഇവിടം തൊട്ട് അങ്ങ് അറ്റം വരെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഭാഗത്തോടെ അങ്ങനെ വെള്ളം ഒഴുകുന്നില്ല. ഇവിടെ ഫുള്ള് പുല്ലായിട്ട് ചെളിയായിട്ട് കിടക്കുവാണ്. വെള്ളം ഒഴുകുന്ന രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതും പിന്നെ അങ്ങ് അപ്പുറത്തെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന്, അതായത് കാലടിയിൽ നിന്ന് നമ്മൾ നേരെ കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോണേ. അപ്പോൾ ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു വൈകുന്നേരം രാത്രി ആവും. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി, ഒരു 10 മണിയായിട്ടാണ് ഞാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ ബാഗാണെങ്കിൽ നല്ല രീതിയിൽ ഒന്നുകൂടെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. എത്തുമ്പോൾ എന്തായാലും ഒരു വൈകുന്നേരം ആവും, രാത്രി ആവും. അല്ലെങ്കിൽ സാധാരണ ഇത്രയും ദിവസം അങ്ങോട്ട് ഭയങ്കര മഴയായിരുന്നേ. ഇനി അങ്ങോട്ട് ഇന്ന് തൊട്ട് ഫുള്ള് വെയിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. മഴയാണെങ്കിലും പ്രശ്നമാണ്, വെയിലാണെങ്കിലും പ്രശ്നമാണ്. പക്ഷേ വെയിൽ ഒരു ലൈറ്റ് വെയിലൊക്കെ ആവാം. ദൂരെ കത്തി ജ്വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. മഴയില്ല, വെയിലാന്നുള്ള വിഷമം മാറി കിട്ടിയേ. നമ്മുടെ റോഡ് പൊട്ടിയിട്ട് വെള്ളം ആൾക്കാർ കോരിക്കളയാണ് കൈകൊണ്ട്. അപ്പം നമ്മുടെ ക്ലൈമറ്റ് ഓരോ അരമണിക്കൂർ ഓടുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മഴയായിരുന്നു, പിന്നെ വെയിൽ വന്നു, ഇപ്പോൾ ദേ പിന്നെ അടുത്ത മഴയ്ക്കുള്ള പരിപാടിയാണ്. ഇവിടെ ഫുള്ള് ഇലയൊക്കെ പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പം അങ്ങനെ നടന്ന് മടുത്തപ്പോൾ നമ്മളൊന്ന് ഫുഡ് കഴിക്കാനും ഫോൺ ചാർജ് ഇടാൻ വേണ്ടി കയറിയാണ് ഇവിടെ. ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഈ വഴി വരുവാണെങ്കിൽ ഇവിടുത്തെ ബിരിയാണി മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ഫുഡീസ് ആണ്, എന്തായാലും ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്തിട്ട് പോവുക. അപ്പോൾ ആരെങ്കിലും ഈ വഴി വരുവാണെങ്കിൽ നമ്മുടെ ഹോട്ടൽ രുചി കയറി ഭക്ഷണം കഴിക്കുക. കാരണം നല്ല അടിപൊളി ഭക്ഷണമാണ്. ഇതുവരെ എനിക്ക് വേറെ എവിടെ നിന്ന് കഴിച്ചിട്ട് ഇത്ര ഒരു ഫീൽ കിട്ടിയിട്ടില്ല. ഇത് പെയ്ഡ് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. താല്പര്യമുള്ളവരൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സ്വയം മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നടന്നത് കല്ലിൽ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തോ ഫേമസ് ടെമ്പിളാണ്, ഞാൻ മുമ്പും കേട്ടൊക്കെ ഉണ്ട്, പക്ഷേ പോയിട്ടില്ല ഇതുവരെ. ഇതിലെങ്ങാണ്ടാണ് പോണ റൂട്ട്. അപ്പം അങ്ങനെ ഞാൻ നടന്നു വരാൻ നേരത്താണ് എൻ്റെ ചിറ്റയുടെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ 2 ഫ്രണ്ട്സിനെ ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാനല്ല, എന്നെ അവന്മാരാണ് കണ്ടത്. എന്നെ അവന്മാരെ കണ്ടിട്ട് വണ്ടി തിരിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അരുണും ശിവദത്തും, ഉമ്മാർ രണ്ടുപേരും എനിക്ക് എൻ്റെ സ്വന്തം പ്രദേശിനെ പോലെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉമ്മാർ എന്താവശ്യമില്ലെങ്കിലും നമ്മുടെ കൂടെ നിൽക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നടന്നു പോകാൻ നേരത്തെ ഞാനിങ്ങനെ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകണേ നൈസായിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ. പിന്നെ ഇങ്ങനെ വന്ന് ഏതൊരു വണ്ടി ഇടിക്കണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ മാറിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. കറക്റ്റ് ആ സമയത്ത് ശിവത്തും കുഞ്ഞാതും കൂടെ അവിടെ കൊണ്ട് വണ്ടി ചവിട്ടിയേ. അപ്പോൾ തന്നെ ഞാനോർത്ത് വേറെ ആരെങ്കിലും ആയിരിക്കും. സാധാരണ ഇങ്ങനെ വരുമ്പോഴത്തേക്കും വേറെ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ വണ്ടി കൊണ്ട് ചവിട്ടിയിട്ട് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് അങ്ങനെ ആരെല്ലായിരിക്കും. പക്ഷേ ഇവന്മാരെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടാകും. കാരണം ഇവന്മാരെ വീട് ഇപ്പോൾ ഞാൻ പോണ സ്ഥലത്തേക്കാണ്. ടാസ്ക് മഴ പണി വന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. നമ്മുടെ കല്ലിൽ ക്ഷേത്രം അവിടെ അല്ല കേട്ടോ. കല്ലിൽ ക്ഷേത്രം ഇവിടെ നിന്ന് എങ്ങാണ്ടാണ് റൈറ്റ് എടുത്ത് പോണേ. പക്ഷെ ആരോ കൊടുത്തേക്കണ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം അങ്ങനെ വന്നത്. എനിക്ക് തോന്നണത് അവിടെ ഒരു വഴിയുണ്ട്, അവിടുന്ന് റൈറ്റ് ആയിരിക്കും മിക്കവാറും. അപ്പം അങ്ങനെ നടന്നു പോണ വഴിക്ക് ഒരു ഫ്രൂട്ട്സ് കടയിൽ ഒരു വെയിറ്റിംഗ് മെഷീൻ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ബാഗിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ഞാൻ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഏകദേശം ഒരു 10 കിലോ അടുത്തുണ്ട്. ഞാനപ്പോൾ പോകുന്നത് എൻ്റെ ചിറ്റയുടെ വീട്ടിലേക്കാണ്. അപ്പം ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട്. ചിറ്റയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിറ്റിൽസ് മേടിക്കാനാണ് ഞാനിപ്പോൾ കടയിൽ കയറിയത്. സാധനം മേടിച്ചു. ഇനിയിപ്പോൾ എത്താറായി, ഒരു 6 കിലോമീറ്റർ കൂടെ. നമ്മളങ്ങനെ അവിടുന്ന് നടന്നത് ഇവിടെ ഒരു ഈസ്റ്റേണിൻ്റെ കമ്പനി ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ എത്തിക്കുന്നത്. വീണ്ടും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതെൻ്റെ മിസ്റ്റേക്ക് അല്ല, ഇവരുടെ മിസ്റ്റേക്കാണ്. നമ്മളെ കല്ലിൽ ടെമ്പിൾ അത് അവിടെ ഒന്നും ഉണ്ടാകും. ഈ പോണ വഴിക്ക് എവിടെ എങ്ങാണ്ടാണ്. ഇപ്പോൾ 4.3 കിലോമീറ്ററിന് കാണിക്കുന്നുണ്ട്. ആദ്യമൊന്നും കിലോമീറ്റർ ഇങ്ങനെ കറക്റ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോണ വഴിക്ക് ആ റൂട്ടോ ഈ റൂട്ടോ ഏതോ റൂട്ടെങ്ങാണ്ടാണ്. ഒരു 4 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോതമംഗലം ഒരു 6 കിലോമീറ്ററോടെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ കൃത്യം ഞാനൊരു 5:31 ആയപ്പോഴത്തേക്കും ചിറ്റ എടുത്ത് എൻ്റെ ചിറ്റതേ കൊച്ചിന് കേക്ക് മേടിക്കാനായിട്ട് ഇറങ്ങുവാണ്. കറക്റ്റ് ചിറ്റ ഇറങ്ങുന്ന ടൈം തന്നെയാണ് ഞാൻ വന്ന് കയറണം. കേക്ക് എടുക്കാൻ പോകണോ?
ആ നടുക്കൊരു മഞ്ഞ തൊപ്പിയും വെച്ച് സൽസ്വഭാവിയായിട്ട് നിൽക്കുന്ന ആ കുഞ്ഞു സാധനത്തിന്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന്. കണ്ടാൽ എന്തൊരു പാവം, എന്തൊരു സ്നേഹം. അപ്പൊ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർക്കാൻ പോവാണ്. ഓക്കെ, ബൈ.